ഈ പറയുന്ന PFIയുടെ കേസുകൾ വാദിച്ച് പ്രത്യേകിച്ച് ശ്രീനിവാസൻ ജിയുടെ കൊലപാതകികളെ പുറത്തു കൊണ്ടുവന്ന് ആ വ്യക്തിയുടെ ഭാര്യയെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ചോദിക്കും, ആര് റെക്കമെൻഡ് ചെയ്തു? യെസ്, ഒറ്റ ആൻസറേ ഉള്ളൂ, രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷമാണ്. വീണ്ടും രാജീവ് ചന്ദ്രശേഖറിനെതിരെ ആഞ്ഞടിച്ച സ്വാമി ഭദ്രാനന്ദ്. സംഘപരിവാറിന്റെ ആണിക്കല്ലിൽ കൊള്ളുന്ന വിധമാണ് ഇപ്പോഴത്തെ പ്രതികരണം. സംഭവം ഇങ്ങനെ: ഇക്കഴിഞ്ഞ ദിവസം 4ാം ബലിദാന ദിനം ആചരിച്ച സ്വർഗീയ ശ്രീനിവാസന്റെ കൊലയാളികളെ വാദിച്ചു രക്ഷിച്ച വക്കീലിന്റെ ഭാര്യയ്ക്ക് BJP വക കേരള ഹൈക്കോടതിയിൽ ജഡ്ജ് പദവി. സ്വർഗീയ ശ്രീനിവാസന്റെ കൊലയാളികളെ രക്ഷിച്ച വക്കീലിന്റെ ഭാര്യയ്ക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ BJP വക കേരള ഹൈക്കോടതിയിൽ ജഡ്ജ് പദവിക്ക് ശുപാർശ ലഭിച്ചതിനെ വിമർശിച്ചിരിക്കുകയാണ് സ്വാമി ഭദ്രാനന്ദ. അദ്ദേഹം പറയുന്നു, ശ്രീനിവാസൻ ജി കൊല്ലപ്പെട്ട അതേ ദിവസം തന്നെ ഇത് PFI BJP ബന്ധത്തെ ഉറപ്പിക്കുന്ന ഡീലാണ് എന്ന് ഭദ്രാനന്ദ ആരോപിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഈ നിയമനം ശരിക്കും ഒരു പരിശോധന ആവശ്യമുള്ള നിയമനമാണ്. കോടതി എന്നാൽ അത് ക്ഷേത്രം പോലെ പരിപാവനമായ ഒരിടമാണ്. അവിടെ വിധി കൽപ്പിക്കുന്നവർ ദൈവത്തിന് സമന്മാരാണ്. അവിടെ ഹർജിയുമായി വരുന്നവരോ അവർ ക്ഷേത്രങ്ങളിൽ ദൈവത്തിന് മുന്നിൽ തങ്ങളുടെ പരിദേവനവും പ്രാർത്ഥനയുമായി വരുന്ന ഭക്തരെ പോലെയാണ്. അവിടെ അവർക്ക് നീതി കിട്ടിയില്ലെങ്കിൽ പോലും അവർ സമാധാനിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപത്തിനുള്ള ശിക്ഷയാണ് ഇത് എന്നാണ്. അങ്ങനെയുള്ള പരിപാവനമായ ഒരിടത്താണ് നിരോധിത സംഘടനയിലെ പ്രതികൾക്ക് വേണ്ടി വാദിച്ച ഒരു വക്കീലിന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു പദവി. രാജീവ് ചന്ദ്രശേഖറിന് തടയാമായിരുന്ന ഒരു നിയമനം. അദ്ദേഹം അത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ശരിയായ നടപടിയല്ല എന്ന അതിരൂക്ഷമായ വിമർശനമാണ് സ്വാമി ഭദ്രാനന്ദ ഉയർത്തുന്നത്. ഇത് കർമ്മയുടെ അഭിപ്രായമായി കണക്കാക്കേണ്ട പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഉയർന്ന ഒരു വിമർശനം തന്നെയാണ്. നമസ്തേ കേരളം. വളരെ ഗൗരവമായ ഒരു ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ ഇന്ന് ജനങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. PFI എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ബന്ധം BJPയുമായിട്ട് എത്രമാത്രം ആഴത്തിലാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി പല വിമർശനങ്ങളും എനിക്ക് നേരെ ഉണ്ടായി. എന്നാൽ ഒന്നൊന്നായിട്ട് അതിനെപ്പറ്റിയുള്ള തെളിവുകൾ സമൂഹത്തിൽ ആൾക്കാർ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ ടോപ്പിക്കിലേക്ക് ഞാൻ പോകുന്നില്ല ഇപ്പോൾ. പക്ഷേ എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നൊരു വലിയ കാര്യം, ഇവിടെ മെയ് 2025 ഹൈക്കോടതി കൊളീജിയം ഒരു ശുപാർശ നടത്തിയിട്ടുണ്ടായിരുന്നു ജഡ്ജിമാരുടെ. അത് സുപ്രീം കോടതി അത് ഫോർവേഡ് ചെയ്യുകയും സുപ്രീം കോടതിയുടെ കൊളീജിയം അത് ഫോർവേഡ് ചെയ്യുകയും അത് കേന്ദ്ര നിയമ മന്ത്രാലയത്തിൻ്റെ കയ്യിലിരിക്കുകയാണ്. അവിടത്തേക്കാണ് ഞാൻ വരുന്നത്. ആരെയാണ് അതിൽ ശുപാർശ ചെയ്തു എന്നുള്ളത്. ലിസ് എന്ന് പറയുന്ന ഒരു സീനിയർ അഡ്വക്കേറ്റിൻ്റെ പേര് അതിനകത്തുണ്ട്. അവരുടെ ഹസ്ബൻഡ് ആരാണ്? അതായത് രഘുനന്ദ് ബസൻ നായർ, അയാളുടെ ഭാര്യയാണ് ഇദ്ദേഹം. അയാളാണ് ഈ പറയുന്ന PFIയുടെ കേസുകളെല്ലാം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ശ്രീനിവാസൻ്റെ മരണം നടന്ന ദിവസമാണെന്ന്. ഇന്ന് BJPയിലെ ഒരുപാട് കഥയില്ലാത്ത യൂസ്ലെസ് ആൾക്കാരെല്ലാം അദ്ദേഹത്തിന് വേണ്ടി കപട അനുശോചനമെല്ലാം നടത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു യഥാർത്ഥ സ്വയംസേവകൻ്റെ ഉള്ളിൽ പിടയ്ക്കും. കാരണം ഞാനും ഒരു സ്വയംസേവകനാണ്. ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഒരുപാട് യാത്രകൾ PFIനെ ബാൻ ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ യാത്ര ചെയ്ത ആളാണ്. 12 തവണ കണ്ടിന്യൂസ് ആയിട്ട് പോയതാണ്. അപ്പോൾ ഈ പറയുന്ന PFIയുടെ കേസുകൾ വാദിച്ച് പ്രത്യേകിച്ച് ശ്രീനിവാസൻ ജിയുടെ കൊലപാതകികളെ പുറത്തു കൊണ്ടുവന്ന് ആ വ്യക്തിയുടെ ഭാര്യയെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ചോദിക്കും, ആര് റെക്കമെൻഡ് ചെയ്തു? യെസ്, ഒറ്റ ആൻസറേ ഉള്ളൂ, രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ വരുന്നതിന് മുമ്പ് അമിത്ഷയുടെ സെൻട്രൽ ഇൻ്റലിജൻസ് പോലും തടഞ്ഞതായിരുന്നു ഈ ഗ്രൂപ്പിനെ. കാരണം അമിത്ഷയുടെ സെൻട്രൽ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം അർബൻ നക്സൽസുമായിട്ടും രാജ്യവിരുദ്ധ ശക്തികളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അത് തടഞ്ഞു. ഇതിലെ ഏറ്റവും വലിയ വേറൊരു ചതി എന്ന് പറയുന്നത്, ഈ രഘുനന്ദൻ എന്ന് പറയുന്ന ആള് PFIക്ക് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്തിരിക്കുന്നതെല്ലാം ഈ ഇവരുടെ ഭാര്യനെ ശുപാർശ ചെയ്തതിന് ശേഷം 2025 മെയ്ക്ക് ശേഷമാണ് ഇയാൾ PFIക്ക് വേണ്ടി അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പാണെങ്കിൽ പറയാമായിരുന്നു, അയ്യോ മുമ്പത്തെ എൻ്റെ ക്ലയൻ്റാണ്, എനിക്കിപ്പോൾ അവരുമായിട്ട് ബന്ധമില്ലെന്ന്. അപ്പോൾ എത്ര
വഞ്ചനാപരമായിട്ടുള്ള ഒരു രീതിയാണ് ഇതെന്ന് നോക്കൂ. നമുക്ക് പണം കിട്ടാനോ അല്ലെങ്കിൽ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്ന, ഇവിടെ താലിബാനാക്കാൻ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണ് ഈ പറയുന്ന PFI എന്ന് പറയുന്നത്. ഈ IS ചിന്തകളോടുകൂടി ഇവിടെ പ്രവർത്തിക്കുന്ന ഇത്രയും നൊട്ടോറിയസ് ആയിട്ടുള്ള ഗ്രൂപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ അവരുടെ കേസ് എടുക്കുകയാണ് എന്ന് പറയുന്നതിൽ എത്രമാത്രം ധാർമ്മികതയുണ്ട്. അപ്പൊ അങ്ങനത്തെ അവരുമായിട്ടൊരു അസോസിയേഷൻ, അതുമായിട്ടുള്ള ഒരു ഗ്രൂപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഇവരെന്താണ് പറയുന്നത്, എൻ്റെ ഭാര്യ ജഡ്ജാവാൻ പോവാണ്, ഇനി അടുത്ത കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റാക്കാം എന്നല്ലാതെ വേറെ എന്താ പറയുക? ഒരു വക്കീലുമായിട്ട് അടുക്കുമ്പം എത്രമാത്രം പ്രതിയും അവരുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവും. പ്രതിയുടെ കേസ് എങ്ങനെയും ജയിപ്പിക്കാൻ ഒരു വക്കീൽ നോക്കുള്ളൂ. അപ്പൊ ഇത്തരം അവിശുദ്ധ ബന്ധങ്ങൾ നമ്മളുടെ സിസ്റ്റത്തിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തകർച്ച ചെറുതല്ല. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇത് നിസ്സാരമായി ഇത് കാണരുത്. 2021 ഏപ്രിൽ 16 മേലാമുറിലെ സ്വന്തം സ്ഥാപനത്തിലിരിക്കുകയായിരുന്ന ശ്രീനിവാസനെ 3 ഇരുചക്ര വാഹനങ്ങളിലെത്തിയ 5 അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. മറ്റു ചിലരെ ലക്ഷ്യം വെച്ചാണ് കൊല ആസൂത്രണം ചെയ്തത് എങ്കിലും അവരെ കിട്ടാതിരുന്നതിനാൽ ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആദ്യം 53 പേരായിരുന്നു പോലീസിന്റെ പ്രതി പട്ടികയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ പിടിയിലായി. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാക്കളായിരുന്ന CA റൌഫ്, റഹിയ തങ്ങൾ, ജില്ലാ നേതാക്കളായിരുന്ന അബൂബക്കർ സിദ്ദിഖ്, അമീർ അലി, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ജിഷാദ്, യുനാനി ഡോക്ടർ, മെഡിക്കൽ ഷോപ്പ് ഉൾപ്പെടെ 70ഓളം പേരാണ് പിടിയിലായത്. പങ്കെടുത്തവരിൽ ഒരാൾ ഇപ്പോഴും അജ്ഞാതനായി തന്നെ തുടരുകയാണ്. ഇത് ഈ 4ാം ബലിദാന ദിനം ആചരിക്കുന്ന അതേ ദിവസം തന്നെ ഇവർക്ക് ഹൈക്കോടതി ജഡ്ജായിട്ട് ഒരു പദവി ലഭിക്കുക എന്ന് പറയുമ്പോൾ, ആ നിയമനം ലഭിക്കുക എന്ന് പറയുമ്പോൾ അതിനെയാണ് ശക്തമായ ഭാഷയിൽ ശ്രീ സ്വാമി ഭദ്രാനന്ദ് രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് BJP അറിഞ്ഞുകൊണ്ടുള്ള, രാജീവ് ചന്ദ്രശേഖർ അറിഞ്ഞുകൊണ്ടുള്ള ഒരു നടപടിയാണ് എന്ന് തന്നെയാണ് സ്വാമി ഭദ്രാനന്ദ് അഭിപ്രായപ്പെടുന്നത്. സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഉയർന്ന ഒരു അഭിപ്രായമാണിത്. സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് സ്വാമി ഭദ്രാനന്ദ് തന്റെ അഭിപ്രായം രാജീവ് ചന്ദ്രശേഖറിനെതിരെയും BJPക്കെതിരെയും അതിരൂക്ഷമായ ഭാഷയിൽ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.